ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും താങ്ക് യു. അപ്പോൾ ആദ്യത്തെ ശ്ലോകം വായിക്കാനായിട്ട് എന്നെ തെരഞ്ഞെടുത്തതിന് വലിയ അർഹതയൊന്നുമില്ല. എന്നാലും നിങ്ങളോടൊപ്പം ഒരു സത്സംഗത്തിൽ വരാനും അങ്ങനെ വായിക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പ്രഭുക്കന്മാർക്ക് രണ്ടുപേർക്കും വളരെയധികം പ്രണാമം. എൻ്റെ ശിക്ഷാഗുരുക്കന്മാരെയും ദീക്ഷാഗുരുക്കന്മാരെയും എല്ലാവരെയും പ്രണാമിച്ചുകൊണ്ട് ഞാൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ലാതെ പറയാൻ എനിക്ക് ഒരു ശക്തി തരണേ എന്ന് ഭഗവാനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുക്കന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയോത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. പദാനുപദാർത്ഥം. ധൃതരാഷ്ട്ര രാജാവ് ഉവാച പറഞ്ഞു, സഞ്ജയ ഹേ സഞ്ജയ, ധർമ്മക്ഷേത്രി തീർത്ഥാടന സ്ഥലമായ കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് സമവേത ഒന്നിച്ചു കൂടിയവരും യുയുത്സവ യുദ്ധോത്സവരുമായ മാമക എന്റെ മക്കളും പാണ്ഡവാച്ച ഏവ പാണ്ഡവന്മാരും കിം എന്ത് അകുർവത ചെയ്തു. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു. ഹരേ കൃഷ്ണ. സാധാരണ പ്രഭാതിന്റെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ കവർ ടു കവർ വായിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ആമുഖം മുതലെങ്കിലും വായിക്കണം. അപ്പോ ഈ ഒരു വേദാന്ത സൂത്രത്തിന് മനോഹരമായിട്ടുള്ള ഒരു ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ഏതാണ് നമ്മുടെ ഭഗവത്ഗീതയുടെ ഭാഷ്യം എന്നറിയുമോ? നമ്മുടെ ഭാഷ്യം എന്ന് പറയുന്നത് ഗോവിന്ദ ഭാഷ്യമാണ്. അപ്പൊ നമ്മുടെ തുടക്കത്തിൽ അത് എഴുതിയിട്ടുണ്ട്. തുടക്കം മുതൽ വീട്ടിൽ വായിക്കണം. ഇന്ന് മുതൽ ഇടയ്ക്ക് ആമുഖവും അവതാരികയും ഒക്കെ വായിച്ച് തന്നെ കൂടെ എത്തണം. ഒരു 45 പേജ് ഉണ്ട്. ഒന്നോ രണ്ടോ പേജ് ആമുഖം ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു 45 പേജോളം നമുക്ക് അവതാരികയുണ്ട്. അതിലൊക്കെ ഒരുപാട് ജ്ഞാനം നമുക്ക് പ്രഭാതത്തിൽ പകർന്നു തരുന്നുണ്ട്. അത് നമുക്ക് വിട്ടുകളയാനുള്ളതല്ല. അപ്പൊ അതും കൂടി വായിക്കുക. പിന്നീട് ഈ വ്യാഖ്യാനം രചിച്ച ശ്രീ ബലദേവ വിദ്യാഭൂഷൺ എന്ന നമ്മുടെ ആചാര്യന് വേണ്ടിയിട്ടാണ് ഇത് ശ്രീല പ്രഭുപാദർ ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഗീത വായിച്ചു വന്നിട്ട് കാര്യമില്ല കേട്ടോ. ഇനി നമ്മുടെ ഗുരുശിഷ്യ പരമ്പരയെ കുറിച്ച് 44-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ, ബ്രഹ്മ, നാരദ, വ്യാസ, അങ്ങനെ തുടങ്ങി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരിൽ 32-ാമത്തെ നമ്പർ വരെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ 22-ാമത്തെ പേര് ചൈതന്യ മഹാപ്രഭുവിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ ഗീതാ ധ്യാനം അല്ലാതെ ഗീതാ മഹാത്മ്യം എന്ന് തന്നെ പറയണം. ഗീതാ ധ്യാനം വേറെ ഉണ്ട്, അതുകൊണ്ടാണ്. ഗീതാ മഹാത്മ്യം നമുക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പുസ്തകത്തില് ഭഗവത്ഗീതയിൽ 41-ാമത്തെ പേജ് മുതൽ ഇടയ്ക്കിടയ്ക്ക് 2 ലൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അറിയാത്തവര് അറിയുന്നവരോട് ചോദിച്ചു പഠിക്കുക. ഇല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാനും പറഞ്ഞു തരാം. നമുക്ക് അവതാരികയിൽ നോക്കിക്കഴിഞ്ഞാൽ, അവതാരികയിലാണ് നമ്മുടെ മച്ചാന തിമിരാന്തസ്യ എന്ന് പറയുന്നില്ലേ, അത് മുതൽ നോക്കിയാൽ ഇവിടെ 5 രസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കാം. എന്നാലും 5-ാമത്തെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ എങ്ങനെയാണ് ഭക്തനോട് 5 രസങ്ങളിൽ വർത്തിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ശാന്തരസം, അതുപോലെ തന്നെ ക്രിയാത്മകത്വത്തില് വർത്തിക്കുന്ന ഭക്തൻ, അതുപോലെ മിത്രഭാവത്തില് വർത്തിക്കുന്ന ഭക്തൻ, പിതൃഭാവത്തില് വർത്തിക്കുന്ന ഭക്തൻ, അതുപോലെ കാമി ഭാവത്തില് അല്ലെങ്കിൽ മധുര പ്രേമത്തില് വർത്തിക്കുന്ന ഭക്തൻ. ക്രിയാത്മകം എന്ന് പറയുമ്പോൾ പാസീവ് എന്ന് പറയും, പാസീവായിട്ടുള്ള. അതുപോലെ തന്നെ ഇതില് ജീവാത്മാക്കളുടെ 4 ബദ്ധാത്മാക്കൾ, നമ്മള് ബദ്ധാത്മാക്കളാണ് അല്ലെങ്കിൽ കണ്ടീഷൻഡ് സോൾസ് ആണ് എന്ന് പറയും. കണ്ടീഷൻഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ഒരുപാട് ബന്ധപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ എല്ലാറ്റിന്റെയും നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ബദ്ധാത്മാവ് അല്ലെങ്കിൽ കണ്ടീഷൻഡ് സോൾ, ഇംഗ്ലീഷിലാണെങ്കിൽ കണ്ടീഷൻഡ് സോൾ എന്നുള്ള ഒരു വേർഡ് പ്രഭുപാദർ ഉപയോഗിച്ചിരിക്കുന്നത്. ബദ്ധാത്മാക്കൾ എന്തെല്ലാമോ സിറ്റുവേഷൻസ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ അങ്ങനെ കെട്ടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ആ ഒരു വേർഡ് ഉപയോഗിക്കുന്നത്. കാരണം ജീവാത്മാവിന് ഒരുപാട് കൺട്രോളിങ് പവർ ഇല്ല. അപ്പോ പരമാത്മാവിനെ ആശ്രയിച്ചാണ് അത് നിൽക്കുന്നത്. നമ്മൾ ഭാഗവതം പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇനി സനാതന ധർമ്മം, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതേക്കുറിച്ചൊക്കെ അറിയാനായിട്ടാണ് ഈ അവതാരിക വായിക്കാൻ പറഞ്ഞത്. അപ്പൊ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എറ്റേണൽ ആയിട്ട്, ശാശ്വതമായിട്ടുള്ളത്, അതിന് ഒരു നാശവും സംഭവിക്കുന്നില്ല
സനാതനമായിട്ട് എക്കാലവും നിലനിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മള് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന പുസ്തകം ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉള്ള ഒരു പുസ്തകമല്ല. അത് എല്ലാ മനുഷ്യരാശിക്കും, മാനവരാശിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന മതസ്ഥർക്കെന്നുള്ളത് ഇല്ല. അത് ഒട്ടുമിക്ക എല്ലാ മതക്കാരും അത് പറയുന്നത് തന്നെയാണെങ്കിൽ പോലും നമ്മുടെ ഇതില് ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇപ്പോ 5500 വർഷങ്ങൾക്ക് മുൻപാണ് ഭഗവാൻ വിവസ്വാൻ എന്ന ആ ഒരു സൂര്യ ഭഗവാന് വേണ്ടിയിട്ട് ഗീത ഉപദേശിച്ചതായിട്ട് നമുക്ക് പറയുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ ആ ഒരു ശ്ലോകം, 1-ാമത്തെ 2-ാമത്തെ ശ്ലോകങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഈ 5500 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഈ 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഹിന്ദു എന്നുള്ള ഒരു വാക്ക് തന്നെ വന്നത്. അതും സിന്ധു നദിക്കരയുടെ തടത്തില് ആ സിന്ധു നദീതട സംസ്കാരമാണ് പിന്നീട് ഹിന്ദു എന്ന വാക്കായി മാറിയത് എന്നെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഹിന്ദു എന്നുള്ളതല്ല, നമുക്ക് സനാതന ധർമ്മം, ഇതൊരു ജീവിത ശൈലിയാണ് എന്നുള്ളതെല്ലാം എല്ലാവർക്കും ഇപ്പൊ അറിയാം. ഇനി 12-ാമത്തെ പേജിൽ നമ്മൾ അവതാരിക നോക്കിക്കഴിഞ്ഞാല് 5 സബ്ജക്റ്റ് ആണ് നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്നത്. നമ്മൾ ഭാഗവതം കഴിഞ്ഞ ദിവസം 10 സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അല്ലെ? അപ്പൊ ഭഗവത്ഗീതയിൽ 5 സബ്ജക്റ്റ് ആണ് പറയുന്നത്. ആ 5 സബ്ജക്റ്റിനെ കുറിച്ച് തന്നെയാണ് ഇതിനുള്ളിൽ വിവക്ഷിച്ചിരിക്കുന്നതെങ്കിലും ഈ 5 സബ്ജക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് അവതാരികയിൽ മാത്രമാണ് നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നത്. ആ 5 സബ്ജക്റ്റ് എന്ന് പറയുന്നത് 12-ാമത്തെ പേജിൽ അവതാരിക ഉണ്ട്. ഈശ്വരൻ, ജീവൻ, പ്രകൃതി, ശാശ്വതമായ കാലം, കർമ്മം. ഇത്രയുമാണ് നമുക്ക് 5 സബ്ജക്റ്റ് പറഞ്ഞു തരുന്നത്. അപ്പോ ഈശ്വരൻ എന്ന് പറയുമ്പോൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ചും, ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവാത്മയെ കുറിച്ചും, പിന്നീട് പ്രകൃതിയെ കുറിച്ച് മയ അധ്യക്ഷേന പ്രകൃതി എന്ന് ഭഗവാൻ 9.10 പറയുന്നുണ്ട്, അല്ലെ? ഇനി ശാശ്വതമായ കാലത്തെക്കുറിച്ച് കാലോസ്മ്യഹം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? കർമ്മത്തെക്കുറിച്ച് 3-ാമത്തെ അധ്യായം തന്നെ കർമ്മയോഗമാണ് തുടങ്ങുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോ ആദ്യം ഈ ഒരു പുസ്തകം പ്രിന്റ് ചെയ്യുന്ന സമയത്ത് പ്രഭുപാദർ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് ഈ പുസ്തകം പ്രിന്റ് ചെയ്തത്. അറിയാം എല്ലാവർക്കും. അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പ്രിന്റ് ചെയ്തത്. ആ സമയത്ത് മാക്മില്ലൻ എന്ന് പറയുന്ന ഒരു പ്രിന്റേഴ്സ് അവരെ സമീപിച്ചു. അദ്ദേഹത്തിന് പൈസയൊന്നും ഇല്ലായിരുന്നു. ആ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ ശ്രീല പ്രഭുപാദിന്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ കുറേയൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ അതേക്കുറിച്ച് നമ്മൾ ഇനിയൊക്കെ ക്ലാസ് തന്നെ എടുത്ത് പഠിക്കണം. അപ്പോ ആ മാക്മില്ലൻ എന്ന് പറയുന്ന ആ ഒരു ബുക്ക് ട്രസ്റ്റ് അവരെ സമീപിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ ക്രിസ്ത്യൻ ബുക്ക് പബ്ലിഷ് ചെയ്തു, മറ്റുള്ള മതസ്ഥരുടെ ബുക്കുകളൊക്കെ പബ്ലിഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ സനാതന ധർമ്മത്തെ കുറിച്ച് അവർക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് ആരും അവരെ സമീപിച്ചിട്ടില്ല, അവർക്ക് അറിയൂല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിലപ്രഭാതർ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബുക്ക് അത് വളരെ വെട്ടിച്ചുരുക്കി അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല എന്ന് അദ്ദേഹം അവതാരികയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നീട് ഇസ്കോൺ ബുക്ക് ട്രസ്റ്റ് വന്നു. ഇസ്കോൺ ബുക്ക് ട്രസ്റ്റ് ആണ് പിന്നീട് അടുത്ത പബ്ലിക്കേഷൻസ്. അദ്ദേഹത്തിന് മക്മില്ലന്റേത് അത് വളരെ വെട്ടിച്ചുരുക്കി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സംതൃപ്തി ഉണ്ടായില്ല. അപ്പൊ പിന്നീട് ഇസ്കോൺ ബുക്ക് ട്രസ്റ്റ് അതിനെ പബ്ലിഷ് ചെയ്തു. പിന്നീടാണ് അത് ഭക്തി വേദാന്ത ബുക്ക് ട്രസ്റ്റ് BBT എന്നുള്ള പേരിൽ ഇപ്പോ നമുക്ക് ബുക്ക് ട്രസ്റ്റ് അത് പബ്ലിഷ് ചെയ്ത് വരുന്നത്. ഇത്രയും കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ്, ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞാൽ ഒത്തിരി നമുക്ക് പറയാനുണ്ട്. പക്ഷെ നമുക്ക് അത്രയും പറയാനുള്ള സമയമില്ല. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇത്രയും സമയം ഞാൻ പ്രഭുവിനോട് ചോദിക്കാതെ തന്നെ അങ്ങ് എടുക്കുകയാണ്. ഇനി എന്തുകൊണ്ട് ഇസ്കോൺ അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രഭുപാദരുടെ ബുക്ക് എന്തുകൊണ്ട് ആസ് ഇറ്റ് ഈസ് യഥാരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെയധികം വിമർശകര് ധാരാളം ഭഗവത്ഗീതയുടെ ആഖ്യാനങ്ങൾ, വ്യാഖ്യാനങ്ങൾ ഒക്കെയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് PhD ഒക്കെ ചെയ്ത് അതിൽ തീസിസ് ഒക്കെ സമർപ്പിച്ച് അങ്ങനെയൊക്കെ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതില് റോബർട്ട് N. മാനർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം സനാതന ധർമ്മത്തിന്റെ പിന്തുടരുന്ന ഒരു വ്യക്തി അല്ല, അദ്ദേഹം ഇസ്കോണിന്റെ ഒരാളല്ല. വളരെ നിഷ്പക്ഷമായിട്ട് അദ്ദേഹം പല പുസ്തകങ്ങൾ, പല ഭഗവത്ഗീതയുടെ വ്യാഖ്യാനങ്ങൾ വായിച്ചതില് അദ്ദേഹം അഭിപ്രായപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഒരു വെസ്റ്റേണറാണ്, അദ്ദേഹത്തിന് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതാണ്, ഈ ഒരു ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിന്റെ വ്യാഖ്യാനം ശ്രീല പ്രഭുപാദർ രചിച്ചത് വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ്. എന്താണോ ഒറിജിനേറ്റർ ആയിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തിന്റെ അധരകമലങ്ങളിൽ നിന്ന് വന്നത്, അത് അതുപോലെ തന്നെ എഴുതിയിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ ഒരു പുസ്തകമാണ് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പലരും സാക്ഷ്യപ്പെടുത്തുമ്പോഴും നമുക്ക് അതിനോട് കൂടുതൽ വിശ്വാസം വരും, അല്ലെ? ഇനി നമ്മുടെ ഗീത ഉപദേശിക്കുന്ന സമയത്ത് ഇത് 18 അധ്യായമാക്കിയിട്ടില്ല, അല്ലെ? അപ്പോ ഇതിനെ 18 അധ്യായമാക്കി നമുക്ക് വേർതിരിച്ച് തന്നത് ശ്രീല ശങ്കരാചാര്യരാണ്. ഇനി അതിൽ തന്നെ
കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മളത് എടുത്തു പറയാറില്ല, എന്നാലും വേറൊരു ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ 701 ശ്ലോകങ്ങളുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, 701 ശ്ലോകങ്ങളും മൊത്തത്തിൽ ഉണ്ട്. പക്ഷേ അത് ഇപ്പോ ഭഗവാൻ പറഞ്ഞ ഈ ശ്ലോകങ്ങൾ എല്ലാറ്റിനെയും ക്രോഡീകരിച്ച് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റില് 18 അധ്യായങ്ങളാക്കി നമ്മുടെ ആചാര്യന്മാര് വച്ചതുപോലെ ശ്രീല പ്രഭുപാദര് ചെയ്തത് ആദ്യത്തെ അധ്യായത്തില് അർജുന വിഷാദ യോഗ എന്നുള്ള പേരിലാണ് ശ്രീല ശങ്കരാചാര്യർ അതിനെ വച്ചതെങ്കിലും അതിലുള്ള 47 ശ്ലോകങ്ങളെ നമുക്ക് ശ്രീല പ്രഭുപാദര് 46 ആക്കി അതിനെ ക്രോഡീകരിച്ച് മാറ്റി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഫുൾ ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 700 ശ്ലോകങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആ ഒരു ആചാര്യനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അത് തന്നെ നമ്മൾ തുടർന്ന് പോരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോ ഇവിടെ ഇനി നമ്മൾ നോക്കുക, ഈ ഒരു അധ്യായത്തിലേക്ക് ഞാൻ വരാം. കഥയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ആ കഥയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള പേരാണ്, സെറ്റിംഗ് ദ സീൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ വെസ്റ്റേൺ കൺട്രീസിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. ഇനി ബാലാമണിയമ്മ, നമ്മുടെ കമലാദാസ് അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ അമ്മയായ ബാലാമണി അമ്മയാണ് അതിന്റെ മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ആദ്യത്തെ പേജുകളിലൊക്കെ ഉണ്ട്. ബാലാമണി അമ്മ കൊടുത്തിരിക്കുന്നത് അതിന് സെറ്റിംഗ് ദി സീൻ എന്നുള്ള ഇംഗ്ലീഷ് വിവർത്തനം, അതിന് വിവർത്തനം ചെയ്ത് കൊടുത്തിരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ്. അപ്പോൾ ശ്രീല ശങ്കരാചാര്യർ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? അർജുന വിഷാദയോഗ എന്നാണ്. അപ്പോൾ അർജുന വിഷാദയോഗ എന്ന് പറഞ്ഞാൽ ഒരു 27ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 46 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ വിഷാദത്തോടു കൂടി ഇരിക്കുന്നതാണ്, അല്ലെ? അതുകൊണ്ടാണ് അർജുന വിഷാദ യോഗ എന്ന് ശ്രീല ശങ്കരാചാര്യർ കൊടുത്തത്. ഇനി 1ാമത്തെ ശ്ലോകം മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തെ കുറിച്ചും ആ സൈന്യത്തെ കുറിച്ചൊക്കെ അതിനെ നിരീക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യൻ അതിന് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്ന പേര് കൊടുത്തത്. ഇനി ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇത്ര ശ്ലോകങ്ങൾ അങ്ങനെയുള്ളത് പറയാൻ പറ്റും. അപ്പോ 1 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു യുദ്ധത്തിന്റെ 1ാമത്തെ ശ്ലോകം ധൃതരാഷ്ട്രമാണ് പറഞ്ഞിരിക്കുന്നത്, അതും കൂടി ചേർത്ത് നമ്മൾ പറയാണ്. ബാക്കി 2 മുതൽ ഇനി അതിന്റെ പ്രിപ്പറേഷൻസ് ആണ്, യുദ്ധക്കളത്തിൽ എന്തെല്ലാം നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. 14 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളില് പാണ്ഡവരുടെ വിജയ ചിഹ്നങ്ങളെ കുറിച്ച്, എന്തുകൊണ്ട് പാണ്ഡവർ വിജയിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. 21 മുതൽ 26 ഭഗവാൻ എങ്ങനെ ഭക്തവത്സലനായിരിക്കുന്നു, പാർത്ഥസാരഥിയായിരിക്കുന്നു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി 27 മുതൽ 46 വരെ ഒറ്റയടിക്ക് പറഞ്ഞാൽ അർജുനന്റെ വിഷാദത്തെ കുറിച്ചാണ്. അതിൽ തന്നെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കമ്പാഷൻ, സ്വന്തം ജനങ്ങളോടുള്ള ഒരു അനുകമ്പ. 2 ലോസ് ഓഫ് എൻജോയ്മെന്റ്, അത് അദ്ദേഹത്തിന് ആ ഒരു ആസ്വാദനം നഷ്ടപ്പെടും, ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിജയം ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഭയം. അതുപോലെ തന്നെ അടുത്തത് പാപ പ്രതികരണങ്ങൾ, ഞാൻ എൻ്റെ ഗുരുക്കന്മാരെയും അതുപോലെ എൻ്റെ സീനിയർ ആയിട്ടുള്ള ഈ പിതാമഹനെയും ഒക്കെ ഞാൻ വധിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാപം ലഭിക്കില്ലേ എന്നുള്ള ഒരു ഭയം. ഇനി 39 മുതൽ 43 വരെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഫാമിലി ഡൈനാസ്റ്റി, ആ ഒരു കുരുവംശം, അവരുടെ വംശം നശിച്ചു പോവില്ലേ, വർണ്ണസങ്കരം സംഭവിക്കില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അനുകമ്പ എന്ന് പറയുന്നത് 27 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളും 31 മുതൽ 35 വരെ ലോസ് ഓഫ് എൻജോയ്മെന്റ്, ആസ്വാദനം നഷ്ടപ്പെടുന്നുള്ളതും, അതുപോലെ 36 മുതൽ 38 വരെ പാപ പ്രതികരണങ്ങളെ കുറിച്ചുമാണ്. അത് 39 മുതൽ 43 വരെ ആ ഒരു ട്രഡിഷൻ, കുലക്ഷയെ പ്രണശ്യന്തി, കുലം നശിച്ചു പോകും എന്നുള്ള ആ ഒരു ഭയമാണ് അവിടെ കാണിക്കുന്നത്. ഇതാണ് ആ ഒരു ടോട്ടൽ ചാപ്റ്ററിന്റെ ഒരു ഷെഡ്യൂൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. നമുക്കിനി ഈ ഒരു ഫസ്റ്റ് ശ്ലോകം എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ വലിയതായിട്ട് കണ്ടന്റ് ഒന്നും പറയുന്നില്ല. ഇവിടെ ധർമ്മക്ഷേത്രമാണ് കുരുക്ഷേത്രം എന്നുള്ളത് പറയുന്നു. കുരുവംശം എങ്ങനെയാണോ, ആ കുരു എന്ന രാജാവിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇപ്പോഴും അവിടെ നമുക്ക് പോയാൽ കുരുക്ഷേത്രം കാണാൻ പറ്റും, പലരും പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ എല്ലാവരും ചേർന്നിരിക്കുന്നു. ഒരേ ഒരു ശ്ലോകമാണ് ധൃതരാഷ്ട്രർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, അല്ലെ? ആകെ 4 പേരാണ് ഇതിൽ സംസാരിക്കുന്നത്. ആരൊക്കെയാണ്? അർജുനൻ, അതുപോലെ ഭഗവാൻ, പിന്നെ സഞ്ജയൻ, അതുപോലെ ധൃതരാഷ്ട്രര്. ഈ 4 പേരാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇനിയും നമ്മൾ കുറെ നോക്കിക്കഴിഞ്ഞാൽ മഹാഭാരതം, പഞ്ചമവേദം എന്നറിയപ്പെടുന്ന മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ നിന്നും എടുത്ത
കുറച്ച് ഉള്ളിലുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മഹാഭാരതത്തിന്റെ തന്നെ ഒരു ഭാഗമാണിത്. അത് അപ്പോ അതിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ തന്നിരിക്കുന്നതാണ്. അപ്പൊ അതിനിടയിൽ ആര് സംസാരിക്കുന്നു? മഹാഭാരതത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ധൃതരാഷ്ട്ര ചോദിക്കുകയാണ്, മാമക പാണ്ഡവ ശൈവ, എന്റെയും പാണ്ഡുവിന്റെ പുത്രന്മാരും എന്ത് ചെയ്തു? അപ്പോ ഇവിടെ കുരുവംശത്തിന്റെ ആ ഒരു ഐഡന്റിറ്റി, ആ ഒരു അഡ്രസ് വരെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു പാണ്ഡവർക്ക്. പാണ്ഡുവിന്റെ പുത്രന്മാർ എന്ന ലേബലിലേക്ക് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ കൗരവർ എന്നുള്ള പേര് എപ്പോഴും നമ്മൾ പാണ്ഡവരും കൗരവർ തന്നെ നമ്മളും പറഞ്ഞ് ശീലിച്ചു പോയി അല്ലെ. പക്ഷെ കൗരവർ എന്ന പേരിന് അർഹത വംശം, സ്വന്തം വംശത്തിന്റെ അർഹത ആർക്കുമുണ്ട്? പാണ്ഡുവിനുമുണ്ട്. പിന്നെ ഇവിടെ മനസ്സിലാക്കാനുള്ള പാണ്ഡുവിന്റെ മക്കൾക്കുമുണ്ട്. പക്ഷെ ഇവിടെ ആ ധൃതരാഷ്ട്രർ അത് നിഷേധിക്കുകയാണ്. അദ്ദേഹം മെറ്റീരിയലി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ബ്ലൈൻഡ് ആണ് അല്ലെ, അദ്ദേഹത്തിന് കാഴ്ചയില്ല. അത് സ്പിരിച്വലി, ആധ്യാത്മികമായിട്ടും അദ്ദേഹം ബ്ലൈൻഡ് ആണ്. അദ്ദേഹത്തിന് അന്ധമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അദ്ദേഹം കാണിക്കുന്നതെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അഹം മമേതി, ഞാൻ എന്റേത് എന്നുള്ള ഒരു ചിന്താഗതി ഇവിടെ ധൃതരാഷ്ട്രർക്കുണ്ട്. മാമക പാണ്ഡവ ശൈവ, എന്റേത്, മാമക എന്റെ മക്കൾ, പാണ്ഡുവിന്റെ മക്കൾ എന്നുള്ള ഒരു വേർതിരിവ് അദ്ദേഹം അവിടെ കാണിക്കുന്നു. അപ്പോ അത് സ്വന്തം സഹോദരന്റെ മക്കളായിട്ടും അതങ്ങനെ കാണിക്കുന്നു. അപ്പൊ കിം അപൂർവത എന്നാണ് ചോദിക്കുന്നത്. അവിടെ എന്താണ് അവര് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോ ഇത്രയാണ് ഇവിടുത്തെ ഒരു ഇത്. അത് ആരോടാ ചോദിക്കുന്നത്? സഞ്ജയനോടാണ് ചോദിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ശ്ലോകത്തില് സഞ്ജയ് ഉവാച്ച വരും. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു വന്നത് ശ്ലോകവും പദാനുപദാർത്ഥം പിന്നീട് വിവർത്തനം. അപ്പൊ ഇന്ന് പദാനുപദാർത്ഥവും വിവർത്തനം വായിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനത് വായിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.